പേരെന്താണ്? വിഷ്ണു. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഈ സ്ഥലത്തിൻ്റെ പേര് കുരുമുറ്റം. കുരുമുറ്റം. ഈ മീൻപിടുപ്പം പറയുന്ന വരുന്ന പുലമൺതോട് ഇവിടെ ഇതുവഴിയല്ലേ ഒഴുകുന്നത്? അതെ. ഇവിടെ മാലിന്യ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇവിടെ ഇല്ല. ഇതിന് താഴോട്ട് കുറച്ചെടുത്തുണ്ട്. അതായത് പെയ്ത്തോമിൻ്റെ ആ ഭാഗം തൊട്ട് താഴെ പുലമൺതോട് വരെയുള്ള കൂടുതലും മാലിന്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം? കൂടുതലും പെയ്ത്തോമിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ താഴോട്ടുള്ള ജോലി മന്ദിരത്തിൻ്റെ ആ അടിഭാഗത്താണ് മാലിന്യം കൂടുതലുള്ളത്. ഇത് നിങ്ങൾ കുളിക്കാൻ വല്ലതും ഉപയോഗിക്കാറുണ്ടോ? ഇവിടെ ഞങ്ങൾ മേൽഭാഗത്തോട്ട് കുളിക്കാറുണ്ട്, താഴോട്ടാരും കുളിക്കത്തില്ല. ഇത് മാലിന്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ, അതുകൊണ്ടായിരിക്കും കുളിക്കാത്തത്. ഇങ്ങോട്ടാരും കുളിക്കാറില്ല, ഇതിന് മേലോട്ടുള്ളവരെല്ലാം കുളിക്കും. മീൻപിടുപ്പം പാറ സ്ഥലത്തല്ലേ. ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് അറിയാമോ? കുടിക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല, അല്ലാതെ പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു, 3-4 വർഷത്തിന് മുമ്പ്. ഇപ്പം ആരും കുടിക്കാനൊന്നും ഉപയോഗിക്കത്തില്ല. കേട്ടിട്ടില്ല അല്ലേ? എൻ്റെ പേര് ധനേഷ് എന്നാണ്. ഞാൻ താമരക്കുടി സ്കൂളിലെ അഗ്രികൾച്ചർ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇവിടെ അന്തമാണ് ഈ ആറും തോടും തമ്മിൽ ചേരുന്ന മൂഴിയടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ആറ്റി ഭയങ്കര കുഴിയാണ്. ഈ തോട് ഉത്ഭവിക്കുന്നത് കൊട്ടാരക്കരയാണ് വരുന്നത്. അത് നിറച്ച് മാലിന്യങ്ങളാണ്. മാലിന്യ കൂമ്പാരമാണ് ഇവിടെ വന്ന് അടിയുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ വെള്ളം ആറ്റിലെ വെള്ളം തമ്മിൽ ഭയങ്കര വ്യത്യാസമാണുള്ളത്. ഈ വെള്ളത്തിൻ്റെ നിറമെന്ന് വെച്ചാൽ അത് കലക്കവെള്ളവും പിന്നെ മൊത്തം മാലിന്യമായിരിക്കും. ആറ്റിലെ വെള്ളം അങ്ങനെയല്ല കാണുന്നത്. ആറ്റിലെ വെള്ളം നല്ല ഇത്രയും മാലിന്യമുള്ള വെള്ളം ആയിരിക്കത്തില്ല ആറ്റിലെ വെള്ളം. അതുപോലെ തന്നെ ആറ്റി നല്ല മണലുവാരുണ്ടാണ്, നല്ല ആഴമുണ്ട്. മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഈ തോട്ടിൽ കൂടെ മേപ്പോട്ട് കയറും. ആ സമയത്ത് മാലിന്യങ്ങൾ നടുക്കുള്ള സ്ഥലങ്ങളിൽ അടിഞ്ഞു കൂടാറുണ്ട്. ഇതൊക്കെ ഇവിടെ പതിവുള്ള ഒരു കാര്യമാണ്. ഈ വെള്ളം തന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ? കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ വരുന്നവരെല്ലാം ഈ അണകളൊക്കെ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അതുണ്ടാവാറുണ്ട്. ഈ വെള്ളത്തിൽ കുളിക്കുന്നവർക്കും പിന്നെ ഇത് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ പശുവിനെ ആടിനെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് തന്നെ മനുഷ്യനും കുളിക്കുമ്പോൾ അവർക്ക് പല രോഗങ്ങളുണ്ടാകുന്നു. പിന്നെ ശരീരത്തിൽ പല പാടുകളും വീഴുന്നു. ഇതൊക്കെ കണ്ടുവരാറുണ്ട്. प्रॉब्लम हो जा रहा है पीने का, उस टाइम उस पानी में खाना बना लेते हैं। अच्छा, उस पानी में भी खाना बनाती है? हाँ। अच्छा, वो पीने के लिए भी उपयोग करती है? पीने का नहीं, खाना बना लेते हैं। खाना बनाने के लिए। अच्छा, आपका वो तबीयत का कोई खराब नहीं होती है? नहीं। अच्छा, कितने साल से वो लोग खाना बनाती है उसमें? अभी तो नहीं, अभी पानी का प्रॉब्लम नहीं है, अभी तो पानी मिल रहा है। मिल रहा है। हाँ। और गर्मी के समय वो उसमें पानी रहती है? नहीं, उस टाइम भी मिल जाता। अच्छा अच्छा। कभी कभी दड़ी से खींच के लाना पड़ता है ना। डूब जाते, बकेट डूब जाते हैं, उसके टाइम मालिक नहीं रहता है तो क्या करूँ? तो अभी तो तुरंत बाल्टी बकेट नहीं ला सकता। अच्छा। काम करने के टाइम उसी टाइम वो पानी उधर से लेती है। अच्छा, ओके सर। 1-2 दिन। അതിനകത്തെ വേസ്റ്റ് മൊത്തം ഇങ്ങോട്ട് ചന്ത